മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് നടത്തിയത് കോടികളുടെ തട്ടിപ്പ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ കൊടുത്തതിന് ഒരു തെളിവുമില്ല. പണം അയച്ചതിന്റെയോ ടീം മാനേജ്മെന്റ് കൈപ്പറ്റിയതിനും രേഖയില്ല. സൗഹൃദ മത്സരം പ്രഖ്യാപിച്ചത് അർജന്റീന ടീം അറിയാതെയെന്നും കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മെസ്സിയെ കേരളത്തിലെത്തിക്കണമെന്നും പണം നൽകിയെന്നുമായിരുന്നു സ്പോൺസർമാരായ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെട്ടത്. വിവരണമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ പെട്ടെന്ന് ഓർമ്മ വന്നത് മെസ്സി ഇതിന് ഉത്തരം പറയണമെന്നുള്ള ഒരു വൈറൽ മറുപടിയാണ്. ഇപ്പോൾ മെസ്സി അല്ല മറുപടി പറയേണ്ടി വരുന്നത്, മറ്റൊരു കമ്പനിയാണ്. എന്തായിരുന്നു അന്ന് ആ കമ്പനിയുടെ അവകാശവാദങ്ങൾ? ഇപ്പോൾ എങ്ങനെയാണ് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ തട്ടിപ്പിനെ പറ്റി കൃത്യമായി സൂചിപ്പിക്കുന്നത്? ജിജീഷ്, ശ്രീ, നേരത്തെ തന്നെ വലിയൊരു തട്ടിപ്പിന്റെ മഞ്ഞുമലയുടെ ചെറിയൊരു അംശം കണ്ടു തുടങ്ങിയിരുന്നു. അന്ന് തന്നെ ഈ ഒരു സ്പോൺസർമാരടക്കം പറയുന്നത് എത്രമാത്രം വിശ്വസിക്കാമെന്ന സംശയമുണ്ടായി. പിന്നീട് അത് യാഥാർത്ഥ്യമാണ്, ആ സംശയങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തു. കാരണം മെസ്സിയെ കൊണ്ടുവരും, മെസ്സി വരും എന്നെല്ലാം അവകാശപ്പെട്ടവർക്ക് പിന്നീട് അതിന് കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി, കായിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കാൻ സാധ്യതയുള്ള ക്രമക്കേടുകൾ സൂചിപ്പിക്കുന്നത്. 126 കോടി രൂപ സ്പോൺസർ അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന് നൽകിയെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ അത്തരത്തിൽ പണം നൽകിയതുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവുമില്ല. മാത്രമല്ല, ഇതിനൊന്നും കരാറില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കായിക വകുപ്പ് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള കരാറുകൾക്കും രേഖകളും ഒന്നുമില്ല. ഏതാനും മെയിലുകൾ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയത് എന്നുകൂടി വ്യക്തമാവുകയും ചെയ്തു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകിയെന്നാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ പണം അയച്ചതിനോ പണം സ്വീകരിച്ചതിനോ ടീം പണം സ്വീകരിച്ചതിനോ യാതൊരു തെളിവുകളുമില്ല. അതായത് പണം നൽകിയോ എന്നത് പോലും സംശയമായി ബാക്കി നിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് GST വകുപ്പും കത്തയച്ചിരുന്നു, സ്പോൺസർക്ക് കത്തയച്ചിരുന്നു. എന്നാൽ അതിനും വ്യക്തമായ മറുപടികൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് FCRA ലംഘനത്തെക്കുറിച്ചും ഒപ്പം തന്നെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചും വിശദമായ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ നടത്തണമെന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ കായിക മന്ത്രിക്കും നിലവിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വിദേശ നാണ്യവിനിമയ ചട്ടങ്ങളുടെ ലംഘനങ്ങൾ നടന്നിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. നേരത്തെ GST വകുപ്പും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. പണം കൃത്യമായി അടച്ചില്ല GST വകുപ്പിലേക്ക് വരേണ്ടത്. മെസ്സിയെ എത്തിക്കാമെന്ന് സർക്കാരിനെ 2023 ജൂലൈയിൽ അറിയിച്ചതാണ് ഈ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അങ്ങനെ ഒരു സ്ഥാപനം തട്ടിക്കൂട്ടി ഉണ്ടാക്കുകയും ആ സ്ഥാപനത്തെ കൊണ്ട് ഒരു അവകാശവാദം ഉന്നയിക്കുകയും പിന്നീട് ആ നിലയിലേക്ക് അല്ലെങ്കിൽ അതേ അഡ്രസ്സിലേക്ക് പിന്നീട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന മറ്റൊരു സ്ഥാപനം രംഗത്തെത്തുകയും തങ്ങൾ മെസ്സിയെ കൊണ്ടുവരുമെന്ന് അവകാശപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിലെല്ലാം തന്നെ വലിയ ആദ്യാവസാനം വലിയ ദുരൂഹതകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായി തന്നെയുള്ള അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നത്. കാരണം ഈ സ്പോൺസറായി എത്തിയ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും നിലവിൽ അവകാശവാദം ഉന്നയിച്ച ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും എല്ലാം തന്നെ ഒരേ വിലാസം, മാത്രമല്ല 1 ലക്ഷം രൂപ മാത്രമുള്ള മൂലധനത്തിലാണ് ഇങ്ങനെയൊരു സ്ഥാപനം അവിടെ ആരംഭിക്കുന്നത്. അതായത് ഈ 126 കോടി രൂപയുടെ ഇടപാടിന് വേണ്ടി മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി മാത്രം ഒരു കമ്പനി തട്ടിക്കൂട്ടി രൂപീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം ഇക്കാര്യത്തിൽ കരുതാൻ. അതുകൊണ്ട് തന്നെ സമഗ്ര അന്വേഷണം എന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജിജീഷ്, അത് തന്നെയായിരുന്നു. എന്തൊക്കെയായിരുന്നു? മെസ്സി വരും, മെസ്സി കളിക്കും, മെസ്സിയെ കൊണ്ട് കളിപ്പിക്കും, സ്റ്റേഡിയം നന്നാക്കുന്നു, പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നു, അതിനുശേഷം നിരവധി പത്രസമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നു. അതിലെല്ലാം പറഞ്ഞത് മെസ്സിയും പിള്ളേരും ചതിച്ചു എന്നാണ്. ഇപ്പോൾ ആരാണ് ചതിച്ചത് എന്ന് കായിക റിപ്പോർട്ടിന്റെ വ്യക്തമായ റിപ്പോർട്ടിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ പങ്കുവച്ചത്.